ഗൂഗിൾ ജെമിനി നിങ്ങൾക്ക് പറഞ്ഞു തരും 2024 ഏറ്റവും ബെസ്റ്റ് നിച്ച് ഏതാണെന്ന്. ആ നിച്ചിൻ്റെ തന്നെ നിങ്ങൾക്ക് H1, H2, H3 ടാഗ്സ് വരെ അത് പറഞ്ഞു തരും. കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. ഇന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ബ്ലോഗിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ അത് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾ ബ്ലോഗിങ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏറ്റവും ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോവുക, എന്നിട്ട് നിങ്ങൾ ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങളതിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഗൂഗിളിൽ എഴുതുക ഗൂഗിൾ ജെമിനി എന്ന്. എന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താലൂടെ നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനിയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോവുക. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി പറഞ്ഞു തരാം, പിന്നെ ഗൂഗിൾ ജെമിനി നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന്. ഞാൻ ഓൾറെഡി എൻ്റെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ടോപ്പ് 10 ബെസ്റ്റ് നിച്ച് ഫോർ ബ്ലോഗിങ് ഇൻ 2024. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ എനിക്ക് ഗൂഗിൾ ജെമിനി 10 നിഷിനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ നിച്ചാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, രണ്ടാമത്തേത് ടെക് ആൻഡ് AI, മൂന്നാമത്തേത് ബ്ലോഗിംഗ് ആൻഡ് മേക്കിംഗ് മണി ഓൺലൈൻ. ഇങ്ങനെ മൊത്തം 10 നിഷസാണ് എനിക്ക് ഗൂഗിൾ ജെമിനി എടുത്തു തന്നിട്ടുള്ളത്. താഴോട്ടേക്ക് ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് എല്ലാ നിഷസും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് ഏത് നിഷസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് ചോദിച്ചാൽ ആ നിഷ എടുത്തിട്ട് നിങ്ങൾക്ക് ബ്ലോഗിങ് തുടങ്ങാം. ഉദാഹരണത്തിന് ഞാൻ ഫുഡ് ആൻഡ് റെസിപ്സ് ആൻഡ് ഫുഡ്സ് എന്നില്ല ആ നിഷസിൻ്റെ മുകളിലാണ് ഒരു ബ്ലോഗിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേര് എന്ത് വെക്കും എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്തു സജസ്റ്റ് നെയിം ഫോർ റെസിപ്സ് ആൻഡ് ഫുഡ്സ് വെബ്സൈറ്റ് എന്ന്. അതിൻ്റെ ഐഡിയാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവർ ഫോർകാസ്റ്റ്, ഗ്ലോബൽ ഗ്രബ് ഹബ്, വൺ പോട്ട് വണ്ടേഴ്സ്, ദി ഹോൾസം പ്ലേറ്റ്, പിന്നെ യുണീക്ക് ആൻഡ് എവോക്കേറ്റീവ് ആയിട്ടുള്ള പേരുകൾ. ഇങ്ങനെ ഒരുപാട് പേരുകൾ നമുക്ക് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. വേർഡ്സ് കുറഞ്ഞ പേരുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ വെബ്സൈറ്റ്. എന്നാൽ പെട്ടെന്ന് ഓർമ്മിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ പേരെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഐഡിയാസും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിന്നെ നോളേജും നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ആൻഡ് ഫുഡ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ബോണസ് ടിപ്പ് തന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും. പിന്നെ ഡൊമൈൻ നെയിം അവൈലബിലിറ്റി ആണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് ഇതിൽ ഡൊമൈൻ്റെ പേര് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വല്ല പേര് വെക്കുന്നെങ്കിൽ അത് പ്രൊണൗൺസ് ചെയ്യാനും പിന്നെ അത് ടൈപ്പ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ടോപ്പ് റെസിപ്സ് ആൻഡ് ഫുഡ്സ് പാസ്റ്റ് 5 years. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. 2019, 2024 ആ ഡീറ്റെയിൽസാണ് ഇവിടെ വന്നിട്ടുള്ളത്. കംഫർട്ട് ഫുഡ്, പിന്നെ ഇലീറ്റിൻ്റെ കപ്പ്, രാമൻ ബർഗേഴ്സ്, പിന്നെ ഗ്ലോബൽ ഫ്ലേവേഴ്സ്, പോക്ക് ബോൾസ്, കൊറിയൻ BBQ, അവോക്കാഡോ ടോസ്റ്റ്, അങ്ങനെ ഒരുപാട് റെസിപ്സാണ് എനിക്ക് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്സ് ഇതിൽ കാണിച്ചു തരുന്നത്. ഇതിൽ പ്രോംപ്റ്റ് ഞാൻ വളരെ സിമ്പിൾ വേർഡ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് റെസിപ്സ് ആൻഡ് ഫുഡ്സ് പാസ്റ്റ് 5 years. ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ പ്രോംപ്റ്റ്സിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇത് എടുത്തു തരുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിഷിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പം ഞാൻ രാമൻ ബർഗേഴ്സിൻ്റെ H1, H2 ടാക്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുത്തു തരണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് സജസ്റ്റ് H1, H2 ടാക്സ് ഫോർ രാമൻ ബർഗേഴ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതായി വന്നിട്ടുണ്ട്. H1, H2 ടാക്സ് ഫോർ രാമൻ ബർഗർ കണ്ടൻറ്റ്. ഹിയർ ആർ സം H1, H2 ടാക്സ് സജഷൻ ഫോർ യുവർ രാമൻ ബർഗർ കണ്ടൻറ്റ്. അതിൽ H1 മെയിൻ ടൈറ്റിൽ അൾട്ടിമേറ്റ് രാമൻ ബർഗർ ഗൈഡ്, അങ്ങനെ ഓരോ ഹെഡിങ്സ് നിങ്ങൾക്ക് ഹെഡിങ്സ് എങ്ങനെയൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത്, അങ്ങനെ H2 സബ് ഹെഡിങ്സ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ജെമിനി തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. ആർട്ടിക്കിളിൻ്റെ ഓൺ പേജ് SEO നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനി തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റും. അത് നിങ്ങൾ പ്രോംപ്റ്റിൽ കമൻറ്റ് കൊടുത്താൽ മതി ചെക്ക് ഓൺ പേജ് SEO ഓഫ് ദി ആർട്ടിക്കിൾ എന്നിട്ട് ആ ആർട്ടിക്കിൾ നിങ്ങൾ ഇൻവെർട്ടഡ് കോമയിൽ നിങ്ങൾ അവിടെ കൊടുക്കുക, അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ ആർട്ടിക്കിൾസിൻ്റെ SEOസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെങ്ത്ത്, റെലവൻ്റ് ടൈറ്റിലാണോ, H1 ടാഗ്, രാമൻ ബർഗർ, അതിൻ്റെ പറ്റി ഡീറ്റെയിൽസ്, സബ് ഹെഡിങ്സ്, കീവേഡ് ഡെൻസിറ്റി എത്ര എന്നുള്ളത്, പിന്നെ കണ്ടൻറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ഇൻഫോർമേറ്റീവ് എൻഗേജിങ് കണ്ടൻറ്റ് അബൌട്ട് ദി രാമൻ ബർഗർ, എക്സസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഇമേജ് ഒപ്റ്റിമൈസേഷൻ എങ്ങനെയുണ്ട്, ഇൻ്റർണൽ ലിങ്കിങ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ആർട്ടിക്കിൾസിനെ കുറിച്ച് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരും.
അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇതും കാണാൻ പറ്റും. ഇവിടെ അഡീഷണൽ ഓൺ പേജ് എസ് യുവിൽ മൊബൈൽ ഫ്രണ്ട്ലിനെസ്, പേജിൻ്റെ സ്പീഡ് എങ്ങനെയായിരിക്കണം, ഡാറ്റ എങ്ങനെയായിരിക്കണം, എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെൽപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഓൺ പേജ് എസ് യു ചെയ്യാൻ ഇപ്പം വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഗൂഗിൾ ജെമിനിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ ടിപ്സും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വീഡിയോസ് കൊണ്ടുവരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.